Hello, welcome to today's class. This is Shivna doing biology WHSS Pinangod. I'm very happy to do this video for you because we are learning about the amazing facts of our body. Before we get started, let's can we recall the things what we have learned in the last class? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? മൈലിൻ ഷീത്തിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത് അല്ലെ? Formation of myelin sheath and functions of myelin sheath, generation and transmission of impulses along the neuron. മൈലിൻ ഷീത്ത് രൂപപ്പെടുന്നത് എങ്ങനെയാണ്, മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ ഒരു ന്യൂറോണിൽ എങ്ങനെയാണ് ആവേഗങ്ങൾ രൂപപ്പെടുന്നതും സംവഹനം ചെയ്യപ്പെടുന്നതും എന്നതിനെ കുറിച്ചിട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. You all know impulses generated in the receptor cell reach the brain and brain analyze it and give the direction for the proper response. നമ്മുടെ ഗ്രാഹികളില് ഉണ്ടാകുന്ന ആവേഗങ്ങൾ മസ്തിഷ്കത്തിലെത്തുമ്പോൾ മസ്തിഷ്കം അതിനെ അനലൈസ് ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഹൗ ഡസ് ദിസ് പോസിബിൾ? എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാഡികളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് നെർവ്? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ ഓർ നെർവ് ഫൈബേഴ്സ് കവേർഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ. അതായത് ഒരുപാട് ഒരുപാട് ന്യൂറോണുകള് ഒന്നിനു പിറകെ ഒന്നായി നീളത്തിൽ അടുക്കി വെച്ചിരിക്കുന്ന ന്യൂറോണുകളുടെ ഒരു കൂട്ടമാണ് എന്ത് പറയുന്നത്? നെർവ് എന്ന് പറയുന്നത്, നാഡി എന്ന് പറയുന്നത്. അപ്പം നമ്മളെ ഒരു ഗ്രാഹിയിൽ രൂപപ്പെടുന്ന ഈ ആവേഗങ്ങള് മസ്തിഷ്കത്തിൽ എത്തണമെങ്കിൽ ഒരു ന്യൂറോണിൽ ഉണ്ടായിട്ടുള്ള ആവേഗങ്ങളെ തൊട്ടടുത്ത നാഡീകോശത്തിലേക്ക് പറഞ്ഞയക്കേണ്ടതുണ്ട്. അതെങ്ങനെ സാധ്യമാകും? ചിൽഡ്രൻ, ഹാവ് എ ക്ലോസ് ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഇവിടെ ന്യൂറോൺസ് ഒന്നിന് പിറകെ ഒന്നായി ക്രമീകരിച്ചിരിക്കുന്നു. ഈ ക്രമീകരണത്തിൽ തൊട്ടടുത്ത ന്യൂറോണുകൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്നില്ല, പരസ്പരം സ്പർശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ന്യൂറോണുകൾക്കിടയിൽ ഒരു വിടവ് കാണാൻ സാധിക്കുന്നു. ഈ വിടവിനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്നുണ്ട്, there is a gap between the neuron. The neurons are not connected with each other. They are not connected with each other. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നില്ല. ഈ ഒരു ഗ്യാപ്പിനെ നമ്മൾ എന്ത് പറയും? സിനാപ്സ് എന്നാണ് പറയുന്നത്. ജംഗ്ഷൻ ബിറ്റ്വീൻ ദ ടു ന്യൂറോൺ, ദാറ്റ് ഈസ് കോൾഡ് സിനാപ്സ്. ഈ ഒരു ജംഗ്ഷൻ രണ്ട് ന്യൂറോണുകൾ തമ്മിൽ മാത്രമല്ല, ഒരു ന്യൂറോണും ഒരു ഗ്ലാൻഡുലാർ സെല്ലും ഒരു ന്യൂറോണും ഒരു മസ്കുലാർ സെല്ലും തമ്മിലുള്ള ഒരു ജംഗ്ഷനെയും നമ്മൾ എന്ത് പറയും? സിനാപ്സ് എന്ന് പറയും. ഒന്നാമത്തെ ചിത്രത്തിൽ രണ്ട് ന്യൂറോണുകൾക്കിടയിലുള്ള സിനാപ്സ് ആണ്. രണ്ടാമത്തെ ചിത്രത്തിൽ ന്യൂറോണിൻ്റെയും മസിൽ സെല്ലിൻ്റെയും പേശീകോശത്തിൻ്റെയും ഇടയിലുള്ള സിനാപ്സ്. മൂന്നാമത്തെ ചിത്രത്തിൽ ഒരു ന്യൂറോണിൻ്റെയും ഗ്ലാൻഡുലാർ സെല്ല് ഗ്രന്ഥികോശത്തിൻ്റെ ഇടയിലുള്ള സിനാപ്സ് ആണ് നിങ്ങൾ കാണുന്നത്. സോ സിനാപ്സ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ or a neuron and a glandular cell. അങ്ങനെയാകുമ്പോൾ ഈ ഒരു നടുവിൽ ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ന്യൂറോണിൽ നിന്നും തൊട്ടടുത്ത ന്യൂറോണിലേക്ക് ആവേഗങ്ങളെ സംവഹനം ചെയ്യുക? എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക? ചിത്രത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സിനാപ്സിന്റെ ഘടനയാണ്, സ്ട്രക്ചർ ഓഫ് എ സിനാപ്സ്. ഇതിൽ ആദ്യ ഭാഗം ന്യൂറോണിൻ്റെ അവസാന ഭാഗമായ സിനാപ്റ്റിക് നോബും രണ്ടാമത്തത് ന്യൂറോണിൻ്റെ ആദ്യ ഭാഗമായ ഡെൻഡ്രൈറ്റുമാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. സിനാപ്റ്റിക് നോബിൻ്റെ അഗ്രഭാഗങ്ങളിൽ ചില സ്തരസഞ്ചികളിൽ രാസവസ്തുക്കൾ നിറഞ്ഞിരിക്കുന്നതും നിങ്ങൾ കാണുന്നുണ്ട്. മെംബ്രെയിൻ സാക്സ് ഫിൽഡ് വിത്ത് കെമിക്കൽ സബ്സ്റ്റൻസസ്.
ഈ കെമിക്കൽ സബ്സ്റ്റൻസസിനെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഇമ്പൾസസ് സിനാപ്റ്റിക് നോബിൻ്റെ അഗ്രഭാഗങ്ങളിൽ എത്തുമ്പോൾ ഈ സ്തരസഞ്ചികൾ അതിൽ നിന്നും രാസവസ്തുക്കൾ സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് സ്രവിക്കുന്നു. സിനാപ്സിൻ്റെ ഏകദേശം മധ്യഭാഗത്തിനെയാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്നത്. ഈ രാസവസ്തുക്കൾ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെ ഉദ്ദീപിപ്പിക്കുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ആവേഗങ്ങൾ, ഇമ്പൾസസ് ഒരു ന്യൂറോണിൽ നിന്നും തൊട്ടടുത്ത ന്യൂറോണിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. Stimuli are received by dendrite. The impulse thus formed passes through dendron, cell body, axon and axonite, reach the synaptic knob. When impulse reaches synaptic knob, neurotransmitters secreted to the synaptic cleft. Neurotransmitter convert electric impulses into chemical impulses. Thus, chemical impulses stimulate adjacent cell and impulses reach there. Acetylcholine and dopamine are examples of neurotransmitters. ഇനി എന്തിനാണ് ഈ സിനാപ്സിന്റെ ആവശ്യം? സിനാപ്സ് ഹെൽപ്സ് ടു regulate speed and direction of impulses. ആവേഗങ്ങളുടെ സ്പീഡും ദിശയും നിയന്ത്രിക്കാൻ ഏത് സഹായിക്കുന്നുണ്ട്? ഈ സിനാപ്സ് എന്ന് പറയുന്ന ജംഗ്ഷൻ സഹായിക്കുന്നുണ്ട്. ആവേഗങ്ങള് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബ്രെയിനിലേക്കും ബ്രെയിനിൽ നിന്ന് സുഷുപ്ന വഴി സ്പൈനൽ കോഡ് വഴി നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും എത്തുന്നുണ്ട്. On the basis of direction of impulses, neuron can be classified into two. ഒന്നാമത്തത് സെൻസറി ന്യൂറോൺ, രണ്ടാമത്തത് മോട്ടോർ ന്യൂറോൺ. സെൻസറി ന്യൂറോൺ carries impulses to the spinal cord and brain. Motor neuron carry impulses from spinal cord and brain to the various parts of the body. നെർവ് എന്താണെന്ന് പറഞ്ഞു നമ്മള്? ഗ്രൂപ്പ് ഓഫ് ആക്സോൺ ഓർ നെർവ് ഫൈബർ കവേർഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ. ഓൺ ദ ബേസിസ് ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് നെർവ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ത്രീ. ഫസ്റ്റ് വൺ മോട്ടോർ നെർവ്, second one sensory nerve and third one mixed nerve. Sensory nerves carries impulses from various parts of the body to the brain and spinal cord. ആവേഗങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സുഷുപ്നയിലേക്കും ബ്രെയിനിലേക്കും എത്തിക്കുന്നു. മോട്ടോർ നെർവ് carries impulses from brain and spinal cord to various parts of the body. ആവേഗങ്ങളെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് മോട്ടോർ നെർവ്. മിക്സഡ് നെർവ് ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ സ്പൈനൽ കോഡിലേക്കും ബ്രെയിനിലേക്കും അവിടെ നിന്ന് തിരിച്ചും ആവേഗങ്ങളെ സംവഹനം ചെയ്യപ്പെടുന്നതാണ് മിക്സഡ് നെർവ്. Now let's move on to the nervous system. Nervous system consists of two main parts: central nervous system and peripheral nervous system. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലുമുള്ള ഓരോ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും അവ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത് എന്നുള്ളതും നമുക്ക് നോക്കാം. സെൻട്രൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ്സ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ മസ്തിഷ്കവും സുഷുപ്ന നാഡിയും ഉൾപ്പെടുന്നു. പെരിഫറൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ്സ് ഓഫ് 12 pairs of cranial nerves and 31 pairs of spinal nerves. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുപ്ന നാഡികളും ഉൾപ്പെടുന്നു. There is one worksheet for you. Please don't forget to do it. ബ്രെയിൻ എവിടെയാണുള്ളത്? നമ്മുടെ ഹെഡിലാണ് ഉള്ളത്.
എങ്ങനെയാണ് ഈ ബ്രെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, നെർവസ് സിസ്റ്റത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാകുമ്പോൾ അതിന്റെ പ്രൊട്ടക്ഷനും എന്തായിരിക്കണം, അത്രക്കും കാര്യക്ഷമമായിരിക്കണം. ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. ബോഡി കവറിംഗ്, നല്ല കട്ടിയുള്ള തലയോട്ടിയുടെ ഉള്ളിലാണ് നമ്മുടെ ബ്രെയിന് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മലയാളത്തിൽ അതിന് കപാലം എന്ന് പറയും. സോ ദ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. അത് മാത്രം പോരാ, അതിന്റെ ഉള്ളില് വീണ്ടും ബ്രെയിന് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദ ബ്രെയിൻ ഈസ് കവേർഡ് ബൈ 3 ലെയേർഡ് മെംബ്രെയിൻ. 3 ലെയേർഡ് മെംബ്രെയിൻ കൊണ്ട് ഈ ബ്രെയിന് വീണ്ടും കവർ ചെയ്തിട്ടുണ്ട്. അതിനാണ് പറയുന്നത് മെനിഞ്ചസ് എന്നാണ് പറയുന്നത്. വിത്തിൻ ദ മെംബ്രെയിൻ ഓഫ് ദിസ് മെനിഞ്ചസ് ഫിൽഡ് വിത്ത് എ ഫ്ലൂയിഡ്. ഈ മെനിഞ്ചസിന്റെ ഇടയില് അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിലുള്ള ഒരുപാട് സാക്കുകളുണ്ട്, വെൻട്രിക്കിൾസ്, ഒഴിവുകളുണ്ട്. ആ ഒഴിവുകളിലും ഒരു ഫ്ലൂയിഡ് നിറഞ്ഞു നിൽക്കുന്നു. ആ ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ആദ്യം ഒന്ന് സ്കള്, പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ, ആൻഡ് ദ ബ്രെയിൻ ഈസ് കവേർഡ് വിത്ത് 3 ലെയേർഡ് മെംബ്രെയിൻ, മെനിഞ്ചസ്. വിത്തിൻ ദ മെംബ്രെയിൻ the fluid filled inside this membrane, that is called cerebrospinal fluid. These are the protection of brain. ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നമ്മുടെ രക്തത്തിൽ നിന്നും ഉണ്ടാകുന്നതും നമ്മുടെ രക്തത്തിലേക്ക് തന്നെ റീഅബ്സോർബ്, പുനരാകിരണം ചെയ്യപ്പെടുന്നതുമാണ്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് ആൻഡ് റീഅബ്സോർബ്ഡ് ഇൻടു ദ ബ്ലഡ്. എന്താണ് ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ പ്രാധാന്യം? എന്തിനു വേണ്ടിയിട്ടാണ് മസ്തിഷ്കത്തിലെ ഈ സ്ഥലങ്ങൾക്കിടയിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നത്? ബ്രെയിൻ ടിഷ്യൂസിന് ഓക്സിജനും ന്യൂട്രിയൻസും, ഓക്സിജനും പോഷണവും നൽകുക എന്നുള്ളതാണ് ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ധർമ്മം. അതേപോലെ തന്നെ മെയിൻറ്റെയിൻ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ. നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഉള്ളിലുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഇറ്റ് വിൽ പ്രൊട്ടക്ട് ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറീസ്. പുറമേ നിന്നുള്ള ക്ഷതങ്ങളിൽ നിന്നും ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നമ്മുടെ ബ്രെയിനിനെ സംരക്ഷിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബ്രെയിനിന്റെ ഡിഫറെന്റ് പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓരോ പാർട്സും ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മസ്തിഷ്കം, ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ഒരു ചിത്രം ഇത് തന്നെയാണ്. ഉപരിതലത്തിൽ ധാരാളം ചുളിവുകളും മടക്കുകളും, ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് കാണപ്പെടുന്ന ഈ സെറിബ്രമാണ് മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം. ഇതിൻ്റെ പിറകിൽ തൊട്ട് താഴെയായി കാണപ്പെടുന്നതാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടടുത്തായി റോഡ് ഷേപ്പിൽ കാണപ്പെടുന്ന ഈ ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്ന ഭാഗം. മസ്തിഷ്കം, ബ്രെയിൻ എന്ന് പറയുന്നത് 2 അർദ്ധഗോളങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് കാണപ്പെടുന്നത്. ഈ 2 അർദ്ധഗോളങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് മധ്യഭാഗത്ത് കോർപ്പസ് കലോസം കാണപ്പെടുന്നു. സെറിബ്രം, ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഈ സെറിബ്രത്തിലാണ് ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നത്. സെറിബ്രം സെൻറ്റർ ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ, ഇവോക്ക് സെൻസേഷൻസ്. അതായത് നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നത്, പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നത്, ചിന്തിക്കാൻ കഴിയുന്നത്, ബുദ്ധി ആസ്വദിക്കാൻ കഴിയുന്നത്, ഇതിനെല്ലാം കാരണം സെറിബ്രമാണ്. അതുപോലെ തന്നെ രുചി അറിയാൻ സാധിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും അടിച്ചാൽ നിങ്ങൾക്ക് വേദനിക്കുന്നത്, പൊള്ളിയാൽ നീറ്റൽ അനുഭവപ്പെടുന്നത്, കാണാൻ സാധിക്കുന്നത്, ഞാൻ ഈ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നത്, എല്ലാത്തിനും കാരണം സെറിബ്രമാണ്. ചുരുക്കിൽ പറഞ്ഞാൽ കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇൻ്റലിജൻസ്, ബുദ്ധിയുടെ കേന്ദ്രമായ സെറിബ്രം മറ്റ് ധാരാളം ജോലികളും ചെയ്യുന്നുണ്ട്. ഇത്തരം ജോലികൾ ചെയ്യുന്നതിനായി
സെറിബ്രത്തിന് ധാരാളം ന്യൂറോണുകളെ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഈ ന്യൂറോണുകളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കാൻ, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറിബ്രത്തിൽ ധാരാളം ഫിഷേഴ്സ് ആൻഡ് ഫോൾസ്, ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നത്. ഗ്രേ കളേർഡ് ഔട്ടർ പാർട്ട് ഓഫ് ദ സെറിബ്രം ഈസ് കോൾഡ് കോർട്ടെക്സ്. കാരണം സെറിബ്രൽ കോർട്ടെക്സിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ന്യൂറോൺസിൻ്റെ സെൽ ബോഡിയാണ്. നാഡീകോശത്തിൻ്റെ കോശശരീരമാണ് ഏറ്റവും കൂടുതലായിട്ട് സെറിബ്രൽ കോർട്ടെക്സിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് അത് ഗ്രേ കളറിൽ കാണപ്പെടുന്നു. ഇന്നർ പാർട്ട് ഓഫ് ദ സെറിബ്രം ഈസ് കോൾഡ് മെഡുല്ല. മെഡുല്ല ഈസ് ഇൻ വൈറ്റ് കളർ. കാരണം മെഡുല്ലയിൽ ന്യൂറോണുകളുടെ ആക്സോണുകളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ആക്സോണുകളിലാണ് മൈലിൻ ഷീറ്റ് ഉള്ളതെന്നും മൈലിനേറ്റഡ് ആക്സോണുകൾ വൈറ്റ് ഇൻ കളറിലാണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുവല്ലോ. സെറിബെല്ലം, രണ്ടാമത്തെ വലിയ ഭാഗം. സെറിബ്രത്തിൻ്റെ തൊട്ടു പുറകിലായി 2 ഇതളുകളായിട്ടാണ്, 2 ഫ്ലാപ്സ് ആയിട്ടാണ് സെറിബെല്ലം കാണപ്പെടുന്നത്. മസ്കുലാർ ആക്ടിവിറ്റീനെ കോർഡിനേറ്റ് ചെയ്യുന്നതും നമ്മുടെ ബോഡിയുടെ എക്ലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നതും സെറിബെല്ലമാണ്. നമുക്ക് 2 കാലിൽ നടക്കാൻ സാധിക്കുന്നത്, ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ 2 കാലിൽ നടക്കാൻ ശീലിച്ചിട്ടില്ല. പിന്നീട് നമ്മൾ 2 കാലിൽ നടക്കാൻ സാധിക്കുന്നു. അതുപോലെ ഓടാനും ചാടാനും സാധിക്കുന്നു. സൈക്കിൾ പഠിക്കുന്ന ഒരാൾക്ക് സൈക്കിൾ പഠിക്കുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടും, പിന്നീട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് എളുപ്പമായി തീരുകയും ചെയ്യുന്നു. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം സെറിബെല്ലത്തിൻ്റെതാണ്. കള്ള് കുടിക്കുന്ന ഒരാളുടെ കള്ള് അഫക്റ്റ് ചെയ്യുന്നത് സെറിബെല്ലത്തിലാണ്. സോ ഹീ കനോട്ട് വാക്ക് പ്രോപ്പർലി. സെറിബ്രത്തിൻ്റെ തൊട്ടു താഴെയായി കാണപ്പെടുന്ന ഈ ഭാഗമാണ് തലാമസ് എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ആവേഗങ്ങളെ പരിശോധിക്കുകയും പ്രധാനപ്പെട്ട ആവേഗങ്ങളെ സെറിബ്രത്തിലേക്ക് അയക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തലാമസിൻ്റെ ജോലി. അതുകൊണ്ട് തന്നെ തലാമസിനെ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് എന്നറിയപ്പെടുന്നു. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ഇമ്പൾസസിൻ്റെ ആവേഗങ്ങളുടെ ഒരു ഗേറ്റ് വേ ആണ് തലാമസ്. വേദനാസംഹാരികൾ, പെയിൻ കില്ലേഴ്സ് നമ്മൾ കഴിക്കുമ്പോൾ അത് അഫക്റ്റ് ചെയ്യുന്നത് തലാമസിലാണ്. വേദനയുടെ ആവേഗങ്ങളെ സെറിബ്രത്തിലേക്ക് പോകുന്നത് തടയുകയാണ് തലാമസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വേദനാസംഹാരികൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടാത്തത്. തലാമസിന് തൊട്ടു താഴെ ഹൈപ്പോതലാമസ് കാണപ്പെടുന്നു. പ്ലേസ് എ മേജർ റോൾ ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. ശരീരത്തിനുള്ളിലെ ഒരു ഘടകങ്ങളും കുറയാതെയും കൂടാതെയും ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൻ്റെ ഒരു എക്ലിബ്രിയം, ഒരു സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുക എന്നുള്ളതാണ് ഹോമിയോസ്റ്റാസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിയർ ദ സെറിബെല്ലം, just below the cerebrum, there is a rod-shaped structure that is called medulla oblongata. This medulla oblongata responsible for life-giving involuntary actions like heartbeat, breathing, etc. അതായത് നമ്മുടെ ശരീരത്തിലെ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അതിപ്രധാന ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മെഡുല്ല ഒബ്ലോങ്കേറ്റയ്ക്ക് ഒരു ക്ഷതവും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളോട് ഹെൽമറ്റ് നിർബന്ധമായും ധരിക്കണം എന്ന് പറയുന്നത്. മനസ്സിലായോ? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഭാഗമായ ബ്രെയിനിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി. അടുത്തതായിട്ട് ബ്രെയിനിന്റെ തുടർച്ചയായിട്ട് കാണപ്പെടുന്ന സ്പൈനൽ കോഡ്, സുഷുപ്നയെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സുഷുപ്നയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രൊട്ടക്ഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നട്ടെല്ല് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള്. വെർട്ടിബ്രൽ കോളം, നമ്മുടെ നട്ടെല്ലിന്റെ ഉള്ളിലാണ് സുഷുപ്ന സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ബ്രെയിനെ പോലെ തന്നെ ഈ സുഷുപ്നയ്ക്കും ഈ സ്പൈനൽ കോഡിനും എന്തുണ്ട്? മെനിഞ്ചസ് കൊണ്ടുള്ള ഒരു കവറിങ് ഉണ്ട്. ഇറ്റ്സ് ഓൾസോ കവേർഡ് ബൈ മെനിഞ്ചസ്.
ഈ 3 ലെയേർഡ് മെംബ്രെയിൻ ആയിട്ടുള്ള മെനിഞ്ചസിന്റെ ഇടയിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഇവിടെയും നിറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സുഷുപ്നയുടെ സ്പൈനൽ കോഡിന്റെ സെന്ററിലൂടെ ഒരു സെൻട്രൽ കനാൽ കാണപ്പെടുന്നു. ദി സെൻട്രൽ കനാൽ ഓൾസോ ഫിൽഡ് വിത്ത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ക്രോസ് സെക്ഷൻ ഓഫ് ദ സ്പൈനൽ കോഡ്. ഇൻ സ്പൈനൽ കോഡ് മെഡുല്ല ഈസ് ഗ്രമേറ്റർ ആൻഡ് കോർട്ടെക്സ് ഈസ് വൈറ്റ് മാറ്റർ. സ്പൈനൽ കോഡിൽ ഗ്രമേറ്റർ ഉൾഭാഗത്തും വൈറ്റ് മാറ്റർ പുറം ഭാഗത്തും കാണപ്പെടുന്നു. സെൻട്രൽ കനാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സുഷുപ്നയിൽ നിന്നും 31 ജോഡി സ്പൈനൽ നെർവ്സ് സുഷുപ്ന നാഡികളാണ് ഉണ്ടാകുന്നത്. ഇത് ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും സംയോജിച്ചാണ് 31 ജോഡി സ്പൈനൽ നെർവ് ഉണ്ടാകുന്നത്. സംവേദ ആവേഗങ്ങൾ സെൻസറി ഇമ്പൾസസ് സ്പൈനൽ കോഡിലെത്തുന്നത് ഡോർസൽ റൂട്ടിലൂടെയും പ്രേരക ആവേഗങ്ങൾ സ്പൈനൽ കോഡിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് വെൻട്രൽ റൂട്ടിലൂടെയുമാണ്. നടക്കുമ്പോഴും ഓടുമ്പോഴുമുള്ള ആവർത്തിച്ചുള്ള ചലനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതും സ്പൈനൽ കോഡാണ്. These are the today's takeaway. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറെ അറിയിക്കുക. I will be always with you. Thank you so much. Bye.